Hi students, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ 6th സ്റ്റാൻഡേർഡിലെ മാത്സിൻ്റെ 10th ചാപ്റ്റർ ആയിട്ടുള്ള ലെറ്റർ മാത്ത് ആണ്. ഓക്കെ, അതിൽ അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് പേജ് നമ്പർ 157ൽ മൾട്ടിപ്ലിക്കേഷൻ എഗെയിൻ, വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് 5 cm ആൻഡ് ബ്രെഡ്ത്ത് 3 cm? അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. 3 × 5 15 cm ആയിരിക്കും റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഹൗ അബൌട്ട് എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് 5.5 cm ആൻഡ് ബ്രെഡ്ത്ത് 3.25 cm? വാട്ട് എവർ ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്, ഏരിയ ഈസ് ദെയർ പ്രോഡക്റ്റ്. റൈറ്റ്, ഇതിൽ ഫ്രാക്ഷൻ ആയാലും നോർമൽ സംഖ്യ ആണെങ്കിലും എല്ലാം ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും, അതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അല്ലേ. ഹൗ ഡു വി റൈറ്റ് ദിസ് യൂസിങ് ലെറ്റേഴ്സ്? ലെറ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ സാധിക്കും? ടേക്കിംഗ് ദ ലെങ്ത് ആസ് L centimeters and breadth as B centimeters and the area as A square centimeter. അപ്പോൾ A is equal to L into B, that is equal to, നേരത്തെ നമ്മൾ പറഞ്ഞു ലെറ്റേഴ്സ് എഴുതുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് എന്ത് കൊടുക്കണ്ട? ഇൻറ്റു മാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? LB എന്ന് എഴുതാം. A is equal to LB. See how we have omitted the multiplication sign here also. ഇവിടെയും നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഒമിറ്റ് ചെയ്ത് കളഞ്ഞു അല്ലേ. Like this, the volume of a rectangular block is the product of its length, breadth and height. ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ, വ്യാപ്തം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ പ്രോഡക്റ്റ് ആണല്ലേ വോളിയം എന്ന് പറയുന്നത്. ദിസ് ഓൾസോ വി ക്യാൻ റൈറ്റ് യൂസിങ് ലെറ്റേഴ്സ്. ഇതും നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ടേക്കിംഗ് ലെങ്ത് ആസ് L centimeters, breadth as B centimeters, height as H centimeters and volume as V cubic centimeters. We can write വോളിയത്തിന് V എന്നും ലെങ്ത്തിന് എല്ലും ബ്രെഡ്ത്തിന് ബിയും ഹൈറ്റിന് എച്ചും കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ വരും? V is equal to LBH. L into B into H എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരുമിച്ച് I into കളഞ്ഞിട്ട് LBH. V is equal to LBH. What is the total price of 5 pence each and each of price 8 rupees? 5 പേനയ്ക്ക് ഓരോ പേനയ്ക്ക് 8 രൂപയാണ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 10 നോട്ട്ബുക്സ് ഈച്ച് പ്രൈസ് 12 rupees? കണ്ടുപിടിക്കാമല്ലോ. ഒരു പേനയ്ക്ക് 5 രൂപ, ഒരു പേനയ്ക്ക് 8 രൂപ ആണെങ്കിൽ 5 പേനയ്ക്ക് കാണാൻ എന്താ നമ്മൾ ചെയ്യുന്നത്? 8 × 5 40. അതുപോലെ ഒരു ബുക്കിന് 12 രൂപയാണെങ്കിൽ 10 ബുക്കിന് എത്രയായിരിക്കും? 12 × 10 120 rupees. ഓക്കെ, ഇൻ വാട്ട് ഓൾ വേസ് can we say the relation between the price of something, the number bought and the total price? അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? പ്രൈസും നമ്പറും തമ്മിലുള്ള എന്താണ് റിലേഷൻ? ടോട്ടൽ പ്രൈസ് കാണാൻ. അതായത് T is equal to N into പ്രൈസ് അല്ലേ, N into P എന്നുള്ളതായിരിക്കും ഇതിനകത്ത് വരുന്ന എപ്പോഴും വരുന്ന ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, taking the price of an article as P, their number as N and the total price as T, in what all ways can we write the relation between P, N and T? അപ്പോൾ പ്രൈസ് കാണാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ടോട്ടൽ കാണാനായിട്ട് എന്ത് ചെയ്യണം? P into N ചെയ്യണം അല്ലേ. പ്രൈസിനെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര രൂപ കൊടുക്കണം എന്നുള്ളത് കിട്ടും. ഓക്കെ, ആ രീതിയിൽ തന്നെയാണ് വേറെ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾ തനിയെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ. അതേ പേജ് നമ്പർ 158ൽ തന്നെയുള്ളതാണ്. രവി ഹാസ് 3 10 rupee നോട്ട്സ് ആൻഡ് എ 1 rupee കോയിൻ. ലിസി ഹാസ് 5 10 rupee നോട്ട്സ് ആൻഡ് എ 1 rupee കോയിൻ. ഹൗ മച്ച് മണി ഡസ് രവി ഹാവ്? രവിയുടെ കയ്യിൽ എത്രയുണ്ട്? 3 10 rupees ഉണ്ട്, 1 രൂപയുണ്ട്. അപ്പോൾ 3 × 10 30 + 1 31. അതാണ് നമ്മളിവിടെ മേളിൽ എന്ത് ഹെഡിങ് പറഞ്ഞിരിക്കുന്നത്? മൾട്ടിപ്ലിക്കേഷനും ഉണ്ട് അഡീഷനും ഉണ്ട്. അടുത്ത ലിസിയുടെ കയ്യിൽ 5 10 rupees ആൻഡ് 1 rupee കോയിൻ എന്ന് പറയുമ്പോൾ 5 × 10 50 + 1 51. ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? Similarly, how much does 25 10 rupees notes and a 1 rupee coin make? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? 10 × 25 + 1, that is 250 + 1 എത്രയാണ്? 251.
In general, how much money does some 10 rupee notes and a 1 rupee coin make? ഓക്കെ, ഇതിനകത്ത് നമുക്ക് എന്ത് പറയാം? 10 റുപ്പി നോട്ട്സും 1 റുപ്പി കോയിനും കൂടെ ചേരുമ്പോൾ എത്രയായിരിക്കും? നമ്പർ ഓഫ് 10 റുപ്പീസ് അല്ലേ? അതായത് 10n + 1 ഈക്വൽസ് ടോട്ടൽ എമൗണ്ട് അല്ലേ? We have to multiply the number of notes by 10 and add 1. റൈറ്റ്, ആദ്യം എന്ത് ചെയ്യുക? എത്ര നോട്ട്സ് ആണുള്ളത് അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 1 ആഡ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി തന്നെയാണ് പേജ് നമ്പർ 159. ലെറ്റ്സ് റൈറ്റ് ഇറ്റ് യൂസിങ് ലെറ്റേഴ്സ്. ഇതിനെ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? ടേക്ക് ദ നമ്പർ ഓഫ് 10 റുപ്പീസ് നോട്ട്സ് ആസ് ടി. 10 റുപ്പി നോട്ടിന് നമ്മൾ എന്ത് എഴുതും? ടി എന്ന് എഴുതുക. സോ ഹൗ മച്ച് മണി ഇറ്റ്സ് 10 റുപ്പി നോട്ട്സ് ആൻഡ് എ 1 റുപ്പി കോയിൻ? വാട്ട് അബൌട്ട് 8 10 റുപ്പി നോട്ട്സ് ആൻഡ് 7 1 റുപ്പി കോയിൻ? അപ്പോൾ 8 × 10 80 + 7 = 87 അല്ലേ? What is the general method to calculate the amount of money some 10 rupee notes and some 1 rupee coin make? Multiply the number of notes by 10 and add the number of coins. How do we write this using letters? ഇത് letters യൂസ് ചെയ്ത് എങ്ങനെ എഴുതാം? T 10 rupee notes and C coins make 10T plus C rupees. ഓക്കെ, 10 × T. T എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 10 rupee notes ആണ്. പ്ലസ് സി എന്ന് പറയുന്നത് എന്താണ്? കോയിൻസ്, 1 റുപ്പി കോയിൻസ് പ്ലസ് സി റുപ്പീസ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതേ രീതിയിൽ ചെയ്യാനായിട്ടുള്ള കുറച്ച് കണക്കുകൾ ഇതിൻ്റെ താഴെയുണ്ട്. ഇത് നിങ്ങൾ തനിയെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 160 അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, കൂട്ടലും ഗുണനവും. 4 friends went to buy pens and notebooks. 4 കൂട്ടുകാർ പോയി എന്ത് വാങ്ങിച്ചു? പെന്നും ബുക്കും നോട്ട്ബുക്കും വാങ്ങി. ദ പ്രൈസ് ഓഫ് എ പെൻ ഈസ് 8 rupees ആൻഡ് ദ പ്രൈസ് ഓഫ് നോട്ട്ബുക്ക് ഈസ് 12 rupees. ദ ഷോപ്പ് കീപ്പർ കാൽക്കുലേറ്റഡ് ലൈക്ക് ദിസ്. ഓക്കെ, ഒരു പേനയുടെ വില എന്ന് പറയുന്നത് 8 രൂപയും പിന്നെന്താണ്? നോട്ട്ബുക്കിൻ്റെ വില 12 രൂപയാണ്. പ്രൈസ് ഓഫ് 4 pens ഈസ് 8 × 4 32. പ്രൈസ് ഓഫ് 4 നോട്ട്ബുക്ക് ഈസ് 12 × 4 48 rupees. ടോട്ടൽ എത്രയാണ്? 32 + 48 80 rupees. The friends calculated like this. കൂട്ടുകാർ എങ്ങനെയാണ് കൂട്ടിയത്? The amount one has to spend is 8 + 12 20 rupees. Total expense 20 × 4 80 rupees. ഓക്കെ, കൂട്ടുകാർ കൂട്ടിയിട്ട് ഗുണിച്ചു, കടക്കാരൻ എന്ത് ചെയ്തു? ഗുണിച്ചിട്ട് കൂട്ടി. രണ്ടിൻ്റെയും ടോട്ടൽ എക്സ്പെൻസ് എത്ര തന്നെയാണ്? 80 rupees തന്നെയാണ്. അനദർ പ്രോബ്ലം, അതായത് വേറൊരു പ്രോബ്ലം ആണിത്. വി വാണ്ട് ടു മേക്ക് എ റെക്റ്റാങ്കിൾ വിത്ത് ഈർക്കിൾ ബിറ്റ്സ്. ഒരു ഈർക്കിൾ കൊണ്ട് നമുക്കൊരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാനായിട്ടാണ്. ഓഫ് ലെങ്ത് 5.5 centimeters ആൻഡ് ബ്രെഡ്ത്ത് 3.5 centimeters. ലെങ്ത് എന്ന് പറയുന്നത് 5.5 centimeter, ബ്രെഡ്ത്ത് വീതി എന്ന് പറയുന്നത് 3.5 centimeter. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ഈർക്കിൾ നീഡഡ്? മൊത്തത്തിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എത്ര ഈർക്കിളിൻ്റെ നീളമാണ് വേണ്ടത്? We can calculate the total length as, നമുക്കിതിൻ്റെ ടോട്ടൽ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? പേജ് നമ്പർ 161. 5.5 + 3.5 + 5.5 + 3.5 ഈക്വൽസ് എത്രയാണ്? 18 ആണല്ലേ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ. ഓർ വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ് ആസ് 2 ഈർക്കിൾ ബിറ്റ്സ് ഓഫ് ലെങ്ത് 5.5 centimeters and 2 of length 3.5 centimeter. That is 2 × 5.5 plus 2 × 3.5. That is equals 2 × 5.5 വരുമ്പോൾ എത്രയാണ്? 11. 2 × 3.5 വരുമ്പോൾ 7. 11 + 7 that is equals 18. രണ്ട് രീതിയിലാണെങ്കിലും ആൻസർ സെയിം തന്നെയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ദർ ഈസ് എ തേർഡ് വേ. വേറൊരു രീതിയിലൂടെ നമുക്ക് ചെയ്യാം. ടേക്ക് ഇറ്റ് ആസ് 2 ഈർക്കിൾ ബിറ്റ്സ് ഓഫ് ലെങ്ത്. 2 ഈർക്കിൾ ബിറ്റിൻ്റെയും കൂടെ ലെങ്ത് എടുക്കുക. 5.5 + 3.5 centimeters. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 5.5 + 3.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 5.5 3.5 കൂടെ ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. 2 × 9 = 18 കിട്ടും. വിച്ച് ഈസ് ദ ഈസിയസ്റ്റ് വേ? ഇതിനകത്ത് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ ഏതാണ്? നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്തതാണ് അല്ലേ? So if we take the length of a rectangle as L, breadth as B and the perimeter as P,
The relation between L, B and P can be written in the various ways. Okay. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ കാണാനായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? P = L + B + L + B. അതല്ലെങ്കിൽ എങ്ങനെ എഴുതാം? P = 2L + 2B. ലാസ്റ്റ് നമുക്ക് ഫൈനലായിട്ട് എങ്ങനെ എഴുതുന്നത്? P = 2 × L + B. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വേ. യൂഷ്വലി ദ ലാസ്റ്റ് വൺ ഈസ് ദ ഈസിയസ്റ്റ് ടു യൂസ്. അപ്പോൾ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ ഏതാണ്? ലാസ്റ്റ് വൺ ആണ്, 2 × L + B. For example, we can quickly calculate the perimeter of a rectangle of length 27 cm and breadth 43 cm as 2 × 27 + 43 = 27 + 43 എത്രയാണ്? 70. 2 × 70 = 140 cm. ആ രീതിയിൽ ചെയ്ത് നോക്കാനായിട്ട് കുറച്ച് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 162ലും 163ലും. അപ്പോൾ ഈ പ്രോബ്ലംസും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കൊണ്ട് തീരുകയാണ്. ഓക്കെ, താങ്ക് യു.